ഓണമാകുമ്പോഴേ ചില വിശ്വാസികൾ, എല്ലാ മതവിശ്വാസികളും ഒരുപോലല്ല, അത് ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഓണത്തിനോട് എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഹിന്ദുസിൻ്റെ ഇടയിൽ ജാതി വെച്ചിട്ട് പ്രശ്നം പറയും. ചില ഗ്രൂപ്പുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലർ പറയുന്ന അയാളല്ല മറ്റേ ആളാണ്, ഇത് പോരാ, ഇതിങ്ങനെയല്ല, രാവണനാണ് താരം, രാമനല്ല. ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കഥയാണ്. അതിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടമുള്ള പോലെയൊക്കെ കാണുമോ, എടുക്കുകയോ എന്തെങ്കിലും ചെയ്തു. അയാൾക്ക് ഇഷ്ടമുള്ള അയാൾ അവിടെ എടുത്ത് എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കത് വിഷയമല്ല, ശരിക്കും അതൊരു വിഷയമല്ല. ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ മുസ്ലിം വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഈ മതപരിവർത്തന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പരിപാടിക്കകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങ് പറഞ്ഞ് പിടിപ്പിക്കുക, അവരെ വിശ്വാസികളാക്കുക, നിന്റെ ദൈവത്തിനൊക്കെ മുട്ട് ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവത്തിന് 4 ഞാൻ പറയുന്നില്ല എന്താ ഉള്ളതാണ്, അങ്ങനെയൊക്കെ ഉണ്ട്, 4 വാടകയും പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന പോലത്തെ കുറേ മൈരന്മാരുണ്ട്. മൈരന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം എന്ത് ഇവനൊക്കെ? അല്ല, ഇവൻ എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ വെച്ചോട്ടെ. ഇത് മറ്റേ പണ്ടങ്ങാണ്ട് ഏതൊരു ട്രോൾ വന്ന പോലെ, വിശ്വാസം എന്നൊക്കെ പറയുന്നത് മതം എന്നൊക്കെ പറയുന്നത് നിൻ്റെ ഈ സാധനം ആശയം ഷഡ്ഡി പോലെയാണ്, അത് ഇടുന്നതൊക്കെ നല്ല, പക്ഷേ അതിങ്ങനെ അത് മാത്രം ഇട്ടുകൊണ്ട് നടക്കരുത്, അത് ഇട്ടിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പൊക്കി കാണിക്കരുത്, അതെടുത്തിട്ട് വേറെ ആളെ തലയിൽ കൊണ്ട് അത് അയാളെ കൊണ്ടും നിൻ്റെ ഷഡ്ഡി ഇടിക്കാൻ നോക്കണ്ട, അയാളെ വേറെ ഷഡ്ഡി ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ടീമുകളിലെ ഈ മതപരിവർത്തന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണോ, എനിക്ക് ഇവരുടെ ഒന്നും കൃത്യമായിട്ടുള്ള പേരുകളൊന്നും നടത്തില്ല, ഇത് ഏത് ടീമാണ് ഇത് ചെയ്യുന്നത്. എല്ലാ മുസ്ലിങ്ങളും അത് ചെയ്യത്തില്ല, എല്ലാ ക്രിസ്ത്യാനികളും അത് ചെയ്യത്തില്ല. എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നതായിട്ട് തീവ്രത കൂടിയ ടീംസ് ഉണ്ട്. ഇതിന് വേണ്ടി തന്നെ ജീവിക്കുക, രാവിലെ എഴുന്നേറ്റ് ഇറങ്ങുക, ഇന്ന് കുറേ പേര് ഇന്ന് ക്രിസ്തുവിൽ ചേർത്തിട്ടുള്ള കാര്യമുള്ളൂ, കുറേ പേര് ഇന്ന് ലവ് ജിഹാദിപ്പെടുത്തിയിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ആരും പറഞ്ഞ് നടക്കത്തില്ലല്ലോ, അങ്ങനെ ഒരു വാക്ക് വരിക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ചെയ്തവരുണ്ട്. അല്ലാതെ പാവപ്പെട്ട കുറേ പേര് മര്യാദയ്ക്കൊക്കെ പ്രേമിച്ച് ജീവിച്ചവരെ അവരെ ലവ് ജിഹാദിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. അവൻ മുസ്ലിമാണ്, അവൾ ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്ന ലവ് ജിഹാദി. ഇവർ തമ്മിൽ നല്ല പ്രേമത്തിൽ ജീവിക്കുന്നവർ, ഒരു മതം പോലും മാറ്റിയിട്ടില്ല, മര്യാദയുള്ള മനുഷ്യർ, വിശ്വാസമൊക്കെ ഉള്ളവരൊക്കെ തന്നെ. പക്ഷേ എന്ന് പറഞ്ഞാൽ ആരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊലിക്കാൻ ചെല്ലുന്നവരല്ല എന്നവർ. അവരൊക്കെ അകത്ത് കിടന്നു കുറച്ച് ദിവസം, ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തിരി പാർട്ടികളുടെ പേടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ തട്ടമിട്ട പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിംസ് ആയിട്ടുള്ള ആണുങ്ങളോട് വലിയ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ഈ പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ പറഞ്ഞ ടീംസിനെ അളവും. കാരണം അവർ വിചാരിക്കുന്നത് അറിയോ, ഈ സ്ഥലത്തോട്ട് പോയാൽ തന്നെ അവിടെ ആരോ ഇരിപ്പുണ്ട് ഇവന്മാരെ പോലെ, പിടിച്ചുകൊണ്ട് പോകും, വേറെ എന്തെങ്കിലും വിശ്വാസത്തിൽ അവർ ആരാധിക്കുമോ, ആരാധനയാണല്ലോ, മാവേലിയുടെ ഒരു ആരാധന, അല്ലെ മാവേലി കൊള്ളാം, സൂപ്പറാ, മാവേലിയുടെ വയറൊക്കെ ഭയങ്കര കിട്ട് കയറി മാവേലിയുടെ നെഞ്ചത്തോട്ടം കയറിയെങ്കിലും നിരങ്ങിയാലോ എന്നൊക്കെ വിചാരിക്കുന്ന പോലെ ഇവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും, മനസ്സിലായില്ലേ? എന്നാൽ ഇവരുടെ പണി അതായതുകൊണ്ടാണ്, അല്ലാത്തവർക്കൊന്നും ഒരു പ്രശ്നമല്ല. ആ ഡാൻസ് കളിക്കുന്നുള്ള ഒരു പ്രശ്നമേ അല്ല, അവരങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ നോക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ അല്ലേ തന്നെ. ഈ മാവേലിയുടെ ഫെസ്റ്റിവൽ വരുമ്പോൾ എവിടെ ഹിന്ദുവിൻ്റെ സാധനമുള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് അവിടെ ഒരു പാട്ട്, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, കളവുമില്ല ചതിവുമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പാട്ട് മറന്നുപോയി. പണ്ടൊക്കെ ഞാൻ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ഭയങ്കര എന്നെ എടുത്തുകൊണ്ട് കണക്കുവായിരുന്നു മാവേലിമാർ, കാരണം അത്ര നന്നായിട്ട് ഞാൻ പാടും. എൻ്റെ പാട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്നെ എല്ലാ പരിപാടിക്കും കൊണ്ടുപോയി പാടിക്കും. ഈ മാവേലി നാട് പണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ, അതൊക്കെ ഭയങ്കര സീനാണ്. എൻ്റെ പാട്ട് ഇപ്പം ഞാനിപ്പോൾ അത് സാധനം ചെയ്യാത്തതുകൊണ്ട് പ്രാക്ടീസും ചെയ്യുന്നില്ല. സംഗീതം ഞാൻ വിട്ടു, ഞാൻ ഉപേക്ഷിച്ചു തന്നെ. സംഗീതം ഞാൻ വേറെ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നു, വേണ്ടെന്ന് വെച്ച്, വേണ്ട മതിയായി. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇതിനകത്ത് എവിടെയാ മതം? എടാ, നീയൊക്കെ ആഘോഷിക്കുന്ന ഈ ഈദും ബക്രീദും ക്രിസ്മസിനകത്തൊക്കെ മതമുണ്ട്, അല്ലെ ഈസ്റ്ററിനകത്ത് മതമുണ്ട്, അല്ല വേണ്ട. ഈ എന്താ പറയണ്ട, ഹിന്ദുക്കളുടേതായ വിശ്വാസ സംബന്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി, അതിനകത്ത് മുസ്ലിം പെണ്ണുങ്ങളൊന്നും ഡാൻസ് കളിക്കുന്നില്ല. വിവരം വേണം, ഇത് കണ്ടാൽ മനസ്സിലാക്കാനുള്ള ഒരു ബോധം മാത്രം മതി. മുന്നാക്കന്മാരെ നിനക്കൊക്കെ, മൈരന്മാരെ, നാണയില്ലാത്ത വർഗ്ഗം, ഇത്രയും നശിക്കുന്നത് എങ്ങനെയാണ് നിൻ്റെയൊക്കെ തലയ്ക്കകത്ത്, ഇത്രയും നാശമാകുന്നത് എങ്ങനെ നീയൊക്കെ? എനിക്കറിയാൻ വേണ്ടി, നിനക്കൊക്കെ ബുദ്ധിയില്ലേ, ബോധമില്ലേ? നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് തന്നെ ഈ മദ്രസ പൊട്ടെന്നും മറ്റേ എന്തൊക്കെ വിളിക്കുന്ന ഇമാരൊക്കെ. മുസ്ലിങ്ങൾ ഒരു കൂട്ടർ, ക്രിസ്ത്യാനികൾ മോശമൊന്നുമല്ല, ചില അച്ഛന്മാരുണ്ട്, അവന്മാർ ഈ മതപരിവർത്തന ഗ്രൂപ്പിൽ പെടുന്ന അച്ഛന്മാരായിരിക്കും. അവർക്കാണ് ഈ കടി, അവന്മാർക്കാണ് ഈ സംശയം മൊത്തം. അയ്യോ, നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ പിടിച്ചുകൊണ്ട് പോയി മാവേലിയുടെ മതത്തിൽ ചേർക്കുമോ? മാവേലിക്ക് മതം എവിടെ? അങ്ങനത്തെ ഐറ്റമൊന്നും അല്ലത്. പിന്നെ ആ സമയത്ത് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് പണ്ട് കേരളത്തിൽ ഇതൊക്കെ ഉള്ള നല്ല മന്തിയും ഈ പറഞ്ഞ ചിക്കൻ പൊരിച്ചതും KFC ഒന്നും ഇല്ല. അപ്പോൾ ആ ട്രഡീഷനെ അവരങ്ങനെ വീണ്ടും ഒരു ആഘോഷമാക്കി മാറ്റി, ആ പഴഞ്ചൻ ഒരു രീതികളൊക്കെ ഒന്ന് നൊക്ലാജിക് സിറ്റുവേഷൻസ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, മനസ്സിലാവില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിക്കകത്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പേടിക്കുന്നത് വെച്ചാൽ, ഇവരുടെ തലയിൽ ഇതിരിക്കുന്നതുകൊണ്ട് മാത്രമുള്ള പേടിയേ ഉള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾക്കൊന്നും ഒരു പേടിയില്ല. ഇത് ആഘോഷിച്ചാലും ആ കൊച്ചുങ്ങൾ അടുത്ത ദിവസം വീട്ടിൽ വന്നിരിക്കുന്നു, തട്ടമൊക്കെ ഇട്ട് പരിപാടി നടത്തുന്നു. ഖുറാൻ വിട്ടുള്ള പരിപാടിയൊന്നും അവർ നടത്തുന്നില്ല. അവരുടെ മതം മാറിയോ? കേരളത്തിൽ എത്ര പിള്ളേരെ മാവേലിയുടെ മതത്തിലേക്ക് മാറിയത്? അല്ലെ എന്തുവാ ഇവിടെ നടക്കുന്നത്? അങ്ങനെയൊന്നും അല്ല മതം മാറുന്നത്. ഇവരുടെയൊക്കെ തെണ്ടിത്തരം കാരണം വേർത്തിട്ട് ഇത് ഉപേക്ഷിക്കുന്നവരാണ് കൂടുതൽ. എന്നോടൊന്നും ആരും വന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഞാനൊന്നും ഈ മതമൊക്കെ ഉപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ആരിഫ് ഹുസൈനോടൊക്കെ എല്ലാവർക്കും ഭയങ്കര വിരോധം. ആരിഫ് ഹുസൈനോട് ആരാണ്ട് എന്ന് ആരിഫ് ഹുസൈനെ പോലെ വേറൊരു ഹുസൈൻ ആരിഫ് വന്ന് പറഞ്ഞിട്ട് മതം മാറി ആളൊന്നും ആയിരിക്കത്തില്ല ആൾ. അല്ലെങ്കിൽ ഇവിടെ എക്സ് മുസ്ലിം നടക്കുന്നവരെല്ലാവരും ഒരുത്തന്നെ പ്രഭാഷണം അങ്ങോട്ട് കേട്ടു, വേറെ ഇങ്ങോട്ട് പറഞ്ഞു, തമ്മിലോ ഒരു തമ്മിൽ അടി ഉണ്ടായി, ഇവൻ ജയിച്ചു. അതുകൊണ്ട് അങ്ങ് ആയതൊന്നും അല്ല, അത് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. അയാൾക്ക് ഓൾറെഡി ഇതിനകത്തൊന്നും നല്ല കലിപ്പടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായി കാണും, അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ കുണച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും അപരാധിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ ആയിരന്മാർ ഇങ്ങനെ ചെയ്യുന്നവന്മാരാണ്. പള്ളിയിൽ വെച്ചമാരും ചെയ്യുന്നുണ്ട്, മദ്രസ ചെയ്യുന്നുണ്ട്, ഉസ്താദ്മാർ ചെയ്യുന്നുണ്ട്, മൊല്ലക്കന്മാർ ചെയ്യുന്നുണ്ട്, പാസ്റ്റർമാർ ചെയ്യുന്നുണ്ട്. സ്വാമിമാർക്ക് അങ്ങനെ വലിയ അവസരം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇമാരെ കൊണ്ട് ശല്യം കുറവാണ്. ഇപ്പോൾ പൂജാരി ആണെങ്കിലും തുടത്ത് പോലും ഇങ്ങനെ ഇട്ടിട്ടൊക്കെ പോകത്തേ ഉള്ളൂ, നമ്മൾ നോക്കത്ത് പോലും
അതുകൊണ്ട് ദോഷം കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, സ്വാമിമാരുടെ പീഡനങ്ങൾ ഭയങ്കര പാടാണ്. കേരളത്തിൽ വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, പിന്നെ സ്വാമി ആയാലും എന്തായാലും അവിടെ പീഡിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നവർ, ഇവന്മാർക്ക് പേടിയാ, മനസ്സിലായി, ഇവർ ചെയ്യുന്ന പണികൾ ഇവരോട് ചെയ്യുമോ എന്നുള്ളതാണ് ഈ ടീമിൻ്റെ ഒക്കെ പ്രശ്നം. അതുപോലെ തന്നെ ജാതി പ്രശ്നം ഉള്ളിടത്ത് ഇത് വരും. ഈ മാവേലി പോരെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ടീമിംഗ് ആണ്. അതായത് മാവേലി അല്ല താരം, മാമനാണ്. മാമൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. എന്ത് മേഖലയായിട്ട് നീ അത് പറഞ്ഞ അവിടെ ഇരുന്നു, എന്തിനു കാണിക്കും, നീ ഇങ്ങനെ വേറെ സാധനം നടത്ത്. ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഇതൊക്കെ ആൾക്കാർ ഒരു ഫെസ്റ്റിവലായിട്ട് എടുത്ത് ആഘോഷിച്ചിട്ട് അങ്ങ് പോകും. അല്ലാതെ നാളെ ഇങ്ങോട്ട് പിന്നെ ഒരു മാസം, ഈ 2 ദിവസം കഴിഞ്ഞ് ഓണത്തിനെ പറ്റി കാര്യം സംസാരിക്കും. ഈ അത്തപ്പൂക്കളും കുറേ പൊട്ടക്കളികൾ. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഹിറ്റായിരിക്കുന്നത് ഈ ഗ്ലാസ് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കൂടി ഇങ്ങനെ കവച്ച് അങ്ങോട്ട് വെക്കും, കവച്ച് ഇങ്ങോട്ട് വെക്കുന്ന ഒരു കുളത്തരം കണ്ടാണ്. അപ്പം ഇങ്ങനത്തെ കുറേ മണ്ടൻ ഗെയിംസും പന്ന പരിപാടിയാണ് ശരിക്കും. ഞാനിതൊന്നും ചെയ്യാനൊന്നും പോകാറില്ല, താല്പര്യമില്ല. പിന്നെ ഫുഡൊക്കെ ആദ്യം തന്നെ കഴിയും. പിന്നെ പണ്ട് ഞങ്ങൾ ഈ ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഓണാഘോഷ പരിപാടിക്ക് റൊട്ടിക്കടിയും മറ്റേ സൈക്ലജ്ഞവും പിന്നെന്താ കസരകളി, ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ ഉണ്ടല്ലോ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, പിന്നെ വൈകുന്നേരം ഗാനമേള, മിക്സ് പീരീഡ്, നമ്മളൊക്കെ തന്നെ ഷോ, ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നവരാണ്. അതായത് 9-10 പേര് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഇത്ര ക്ലാസ് കൊണ്ട് പരിപാടി തീർത്തി, പിന്നെ പോയിട്ടേ ഇല്ല വഴിക്ക്. കാരണം അവിടെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ആവശ്യമില്ല. ഇനി വേറെ 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 അങ്ങനെ വേറെ 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 പോയി ഒരു വരുവായി കഴിഞ്ഞപ്പോൾ ഇനി അധികം വേറെ ആക്കി നമ്മളെ വേറെ ആയി പോകുന്നൊരു തോന്നൽ വന്നു. വേറും വേറെ, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ അതങ്ങ് നിർത്തും. എന്നിട്ട് നോർമലായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു പ്രായം കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട് ഒതുങ്ങും. അതാണ് സംഭവിച്ചേക്കുന്നത്. അല്ലാതെ ഈ പിള്ളേർ ഡാൻസ് കളിച്ചാൽ ഇവൻ്റെ ഒന്നും ഒരു പള്ളിയോ അല്ലെങ്കിൽ ഒരു ദൈവമോ ഇടിഞ്ഞ് വീഴത്തില്ല. അവരതിനെപ്പറ്റി ബോധയുടെ അല്ല. നീയൊക്കെ കാണിക്കുന്ന തെണ്ടിത്തരം അവർ കാണിക്കാത്തത് കൊണ്ട് തന്നെ അവരിങ്ങനെ ചിന്തിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? എടാ അവിടെ പോയാൽ മതം മാറ്റും, അവരങ്ങനത്തെ ഒരു അതെടുത്ത് കഴിക്കരുത്. കാരണം എന്താ, ഇമാർക്ക് ഇങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. ഇമാർ വല്ലതൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് കഴിപ്പിച്ചിട്ട് ഈ മണ്ടത്തരം വിശ്വസിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും. മനസ്സിലായി, കൂടുതലൊക്കെ ഉള്ളവന്മാർ ഇമാരൊക്കെ. ഈ മുസ്ലിംസിൻ്റെ ഇടയിലുണ്ട്, ഹിന്ദുസിൻ്റെ ഇടയിലും ഈ കൂടുതൽ പരിപാടിയും കൈവശം എന്നൊക്കെ പറയുന്ന വിശ്വാസമുണ്ട്. അത് അങ്ങനത്തെ ആൾക്കാരായിരിക്കും ഈ പേടിച്ചിട്ട് തിന്നാതിരിക്കുക. അരവണ പായസം കുടിക്കരുത്. ഞാൻ എന്നാൽ പിന്നെ ആ വർഷം എനിക്ക് പായസം ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പ്രത്യേകം കുടിക്കും. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് കാണാമല്ലോ, ഇപ്പോൾ ഹിന്ദു ആവുമെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഞാൻ പ്രത്യേകം കഴിച്ച് അന്ന് മാത്രമേ, ആ സമയത്ത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്നോട് ഇങ്ങനെ ആരോ വന്നിട്ട് കൊണയടിച്ച് അങ്ങനെ ചെയ്യരുത്, അതുപോലെ ഉണ്ടാക്കരുതെന്ന്. അതുവരെ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയിട്ടില്ല. ഞാനത് എനിക്ക് ഇഷ്ടമല്ല. മധുരം പൊതുവെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ നല്ല പായസമാണ്, പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു, അത് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അമ്പലപ്പുഴ പാൽപ്പായസം, അത് എന്തോന്ന് ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അതിനോട് വിരോധമായത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ തോംസൺ ബേക്കറിക്കാരെന്തോ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി. അവർ വെറുതെ ഇത് പാക്കറ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ ഇവർ കയറി സംഖ്യകളെല്ലാം കൂടെ ചെന്ന് കട തല്ലി പൊട്ടിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഇടയ്ക്ക് കാരണം വൻ വിഷയം. അത് അവിടെ തന്നെ ഉണ്ടാക്കാൻ പാടുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അയ്യേ തീട്ടം, നല്ല ഒന്നാന്തര തീട്ട പരിപാടി കണ്ടപ്പോഴത്തേന് എനിക്കത് കുടിക്കാനും തോന്നിയില്ല. ഞാനത് കുടിക്കത്തുമില്ല ഒരിക്കലും. അതായത് അങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കുന്നവന്മാരുടെ പരിപാടി നമ്മൾ ബഹിഷ്കരിക്കുന്നു. ഞാനായിട്ട് അങ്ങ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ വേണമെന്ന് ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണുമോ, വേറെ വെറുതെ പോയപ്പോൾ ഇങ്ങനെ നോക്കത്തുമില്ല അവിടെ ഇയാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. കാരണം എന്തിന്, മനസ്സിലല്ലേ, എന്നെ അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ല ഞാനവിടെ പടം കാണുമ്പോൾ TV എറിഞ്ഞ് പിടിക്കാൻ ഞാൻ പോകുന്നില്ല. ഇനി ഇതിൻ്റെയൊക്കെ ആരാധകർ വന്നിട്ട് നമ്മളൊക്കെ ഉപദ്രവിക്കാൻ വരിക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുണ്ടാക്കാൻ വരിക, തല്ലാൻ വരിക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ആ വിവരമില്ലാത്തവൻ്റെ പണിയാണ്. ബുദ്ധിശൂന്യരായ കുറച്ച് ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അത് പണിയൊന്നുമല്ല പറയേണ്ട, അവൻ്റെ ഒരു പ്രശ്നമാണ്. മനസ്സിലായോ? ആ പ്രശ്നം ഇങ്ങനെയുള്ള സമയങ്ങളിൽ പലരുടെയും പുറത്തോട്ട് ചാടും. എത്ര ഒതുക്കി വെച്ചാലും കൂതറ വെളി ചാടും. അത് പ്രത്യേകിച്ച് ഓണം ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്തോ ഈ ബക്രീദ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹിന്ദുക്കൾ പ്രത്യേകം നോട്ടീസ് അടിച്ചു വിടാറുണ്ടോ, ഈ മുസ്ലിങ്ങൾ വീട്ടിൽ പോയി ബിരിയാണി കഴിക്കരുതെന്നൊക്കെ, പത്തിരി കഴിക്കരുതെന്നൊക്കെ? എന്നോടൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലായിടത്തും പോയി കഴിക്കുകയും ചെയ്യും. എനിക്ക് എന്നെ കഴിക്കുന്നത് എൻ്റെ കൂട്ടുകാരാണ്. അതൊക്കെ ഞാൻ അവരോട് ഇത് കണ്ടിട്ടാണ്. അവരുടെ വീട്ടിൽ ഫുഡുണ്ട്, എന്തോ ഭയങ്കര സെലിബ്രേഷൻ നടക്കുന്നു, വാ കല്യാണം, മരിച്ച വീട്, കല്യാണമാണ് കല്യാണ വീട്, ബക്രീദാണ് ബക്രീദ് വീട്, അവിടെ എന്താ നടക്കുന്നത്, ഓക്കെ ഇന്ന് ഫുഡ്, മറ്റടുത്ത് ദുഃഖം. എല്ലായിടത്തും പങ്കുചേർന്നാണല്ലോ മനുഷ്യർ ജീവിക്കേണ്ട ഇവിടെ. അത്രേ ചെയ്യുന്നുള്ളൂ. അതാണ് അവരും ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ പങ്കുചേർന്ന് ആഘോഷിച്ച് ഒരു ആഘോഷം, ഒരു രസം. പിള്ളേർ നല്ല സൂപ്പറാണ്. അല്ലാതെ ഇവിടെ കിടന്ന് ഉസ്താദ് കുറിച്ചേന്നല്ല കേട്ടോ. ഇത് വർഷം കുറേയായിട്ട് ഇവരിങ്ങനെയാണ്. ഈ താത്ത പിള്ളേർ പൊളിച്ചു മറ്റേതാക്കി മറിച്ചാക്കി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം, താത്ത പിള്ളേർ ഇപ്പോഴല്ല പൊളിച്ചത്. ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ പക്ക ഇങ്ങനത്തെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നല്ല പൊളിയാ, കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട്. ആദ്യത്തെ സാധനം ഏതാണെന്നറിയോ, എന്താ ഒരു പാട്ട് ഇവർ പാടിയാൽ ഈ പറയന്മാരല്ല നമ്മുടെ പിള്ളേരെ പിന്നെ കണ്ടിട്ടില്ല. അവന്മാർ അതുപോലെ സൈബർ അറ്റാക്ക് നടത്തി. ഏതെന്നറിയോ, ഈ വാട്ടി ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാ, വാട്ടി ആ പാട്ട് ഓർക്കുന്നുണ്ട്. കൊച്ചു പിള്ളേർ 3-4 പിള്ളേർ പെൺപിള്ളേരൊന്നും പാടിയത്. എന്നിട്ട് അവർ ചിരിച്ച് സന്തോഷിച്ച് പോകുന്ന. പക്ഷെ അന്ന് ഈ നായിൻ്റെ മക്കൾ ഈ പറഞ്ഞ തെണ്ടികൾ, നശിച്ചവന്മാർ, ആ പിള്ളേർ എന്തൊക്കെ പറഞ്ഞെന്നറിയോ. അന്ന് കുറച്ച് പേര് ഇങ്ങനെ വീഡിയോ ഇടുന്നുള്ളൂ. ഞാൻ അന്ന് ഇതിനെതിരെ എന്തൊക്കെയോ പറഞ്ഞ് നശിച്ചവന്മാരെ പറയാമെന്നെല്ലാം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആൾ കൂടിയപ്പോൾ കണ്ടില്ലേ, എല്ലാവരും എടുത്തിട്ട് അലക്കുന്നുണ്ടാവും. അത് കിട്ടും, ഇനി ഇതിൽ കൂടുതൽ കിട്ടും. ഇവനൊക്കെ ഇനി അടിക്കും ആൾക്കാർ. നോക്കിയാൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇവന്മാരെ തല്ലും, അടിച്ചോടിക്കുന്ന കാണാം. നമുക്ക് ബീച്ചിൽ കൂടെ ഇവനൊക്കെ അടി കൊണ്ട് ഓടുന്ന സീൻ ഞാൻ കാണിച്ചു തരാം. കൂട്ടം കൂടി അടിക്കും ആൾക്കാർ. ഓടാന്ന് പറയും, വീട്ടിൽ കയറ്റത്തില്ല ഇവരെ, ഉറപ്പിച്ചോ, ഒരു സംശയം വേണ്ട. ഇങ്ങനെയുള്ളവന്മാരെ ഒറ്റപ്പെടുത്തേ ഉള്ളൂ ഈ സമൂഹത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് സൊസൈറ്റി. അല്ലാതെ തെണ്ടിത്തരം ഒരു പരിധി കൂടുതലായി ഇമാരുടെ കയ്യിൽ നിന്ന് വരുന്നു. മനസ്സിലായില്ലേ? അല്ലാത്തവരുണ്ട് ഈ അതേ മതത്തിൽപ്പെട്ടവരെ ഈ ഊക്കുന്ന ഇപ്പന്മാരെയൊക്കെ. അല്ലാതെ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്ന് മുസ്ലിങ്ങളെ അക്രമമൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. എല്ലാം അതേ മതത്തിൽപ്പെട്ടവർ, അതേ മതത്തിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള വിഷങ്ങളെ
നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അവർ തന്നെ വേണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. നമ്മൾ ട്രീറ്റ് ചെയ്ത് ചിലപ്പോൾ അവർക്ക് ശരിയാകത്തില്ല. മനസ്സിലായില്ലേ? ഇതാകുമ്പോൾ കറക്റ്റായിട്ട് അവർക്കറിയാം. എന്തോരം പിള്ളേരെ വന്ന് മദ്രസ അധ്യാപകർ പീഡിപ്പിച്ച കഥ പറയുന്നു, ഇമാതിരി തെണ്ടിത്തരങ്ങൾ പഠിപ്പിച്ച കഥ പറയുന്നു. ഈ നാറികൾ. പിന്നെ കുറേ അച്ഛന്മാരുടെ ലീലാവിലാസങ്ങൾ സാധാരണ പറഞ്ഞില്ല കുറവാണ്. പിന്നെ ഈ സംഗീത പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇവരോട് ഈ ഹിന്ദുക്കളോടൊക്കെ ചെറിയൊരു എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ളവരൊക്കെ തോന്നുന്നത്. മനസ്സിലായി? അല്ലാത്തപ്പോൾ ആർക്കും ഇവിടെ ഒരു ജാതിയും കുറവും ഒക്കെ ജാതി പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇത്ര ഭയങ്കരമായ രീതിയിൽ അതിനെ പ്രൊജക്ട് ചെയ്തില്ല. അത് ട്രാൻസിഷൻ പീരീഡാണ് ശരിക്കും പറഞ്ഞത്. ആ പരിപാടി കഴിഞ്ഞ ജനറേഷൻ കൊണ്ട് കഴിഞ്ഞു. പുതിയ ജനറേഷൻ ഉള്ളവർക്കൊന്നും ഈ ജാതിയും കൂതിയും നോക്കിയിട്ടല്ല അവരാരും ഇടപെടുന്നത്, സംസാരിക്കത്ത് പോലും ഇല്ല. പിന്നെ ഈ കാസ്റ്റിൻ്റെയൊക്കെ പരിപാടി ഈ ഗവൺമെൻറ്റിനകത്തുനിന്ന് പേരൊക്കെ എടുത്ത് മാറ്റാമെങ്കിൽ പ്രശ്നം തീർന്നു. അത് ഗവൺമെൻറ് വോട്ട് ബാങ്ക് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് പിന്നെയും ഈ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ ആരും അത് പ്രാക്ടീസ് ചെയ്യുന്നോ അല്ലെ ചിന്തയിലോ ഒരിടത്തും ഇല്ല. പിന്നെ അത് വരുന്നത് എക്സാം കഴിയുമ്പോൾ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ജാതി കൂതിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അലമുണ്ടാക്കുന്ന അവിടെയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അത് അവിടെ നിന്ന് എടുത്ത് കളയണം. ഈ സൈസ് പരിപാടികൾ ഇനി ഗവൺമെൻറ്റിൻ്റെ വിഷയമല്ല, അതൊക്കെ നിങ്ങളുടെ പ്രൈവറ്റ് ഇഷ്യൂ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക ജാതി നിങ്ങൾക്ക് തോന്നുമോ, വേറെത്തും കൂടിയാണെന്ന് തോന്നുമോ, കുറഞ്ഞാന്ന് തോന്നുന്നൊക്കെ ചെയ്താൽ നിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമല്ല. ശരിക്കും അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ്. പിന്നെ പൈസയുടെ കുറവുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആരായാലും എല്ലാവരെയും ഒരുപോലെ സഹായിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരുപോലെ കിട്ടുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ട് നടക്കും. അതിന് ഈ സിസ്റ്റം വേണമെന്നില്ല ഇന്ന്. ഏത് ഈ കാസ്റ്റും മറ്റേത് മറിച്ച് ആ സിസ്റ്റം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ നമുക്ക് അല്ലാതെ തന്നെ മൊത്തത്തിലുള്ള ആൾക്കാരെ ഏറ്റെടുത്തിട്ട് ഫിനാൻഷ്യലി മാത്രം ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ മാത്രം ഗവൺമെൻറ് തന്നാൽ മതി. അതുകൊണ്ട് ആ പ്രശ്നം തീരും. ഇവന്മാരതല്ലല്ലോ. ഇതൊന്നും ഗ്രൂപ്പായിട്ട് പറ്റത്തുള്ളൂ. ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് വന്നിട്ട് ഇവനെ അടിക്കും, ഇവൻ്റെ ഗ്രൂപ്പ് വന്ന് അവനെ അടിക്കും, ഇത് പിടിച്ച് മേടിക്കും, തട്ടിപ്പറിയുക, ഇത്രയാണ് നടക്കുന്നത്. അത് ഭയങ്കര സാക്ഷരതയുണ്ട്, ഭയങ്കര അമേരിക്ക പോലെയാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തമ്മിലടിയാണ്, ഇങ്ങനെ തട്ടിപ്പറിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ കിട്ടത്തുള്ളൂ. കാര്യം ഇങ്ങനെ പാലുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ട്രാൻസ്പെറൻറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ചെയ്യാം. ഞാൻ ഈ സാധനം മാറ്റിയെടുക്കാം, എനിക്കൊരു വിഷയമല്ല. പിന്നെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ആപ്പും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി മാക്സിമം ആൾക്കാർ രജിസ്റ്റർ ചെയ്യുക. ബ്ലഡ് ഡോണേഴ്സ് ആണ്, ബ്ലഡ് ഡോണറായിട്ട് രജിസ്റ്റർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൊണേഷനൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ വെബ്സൈറ്റിലെ നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ഈ സംഭവം ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ 5-6 കൊല്ലം നടക്കുന്നുണ്ട്. പക്ഷേ അതിനത്ര വേണ്ടത്ര റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട് ഉറപ്പായിട്ടും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം, കണക്റ്റ് ആവണം. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. കൂടുതൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻറ്റ് ഗവർണൻസും ഗവൺമെൻറ് ഓൺ ഫിംഗർ ടിപ്പ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റൊക്കെ വളരെ ഈസിയാണ്. അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഉറപ്പായിട്ടും വെബ്സൈറ്റ് രജിസ്റ്റർ